ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെഴുകുതിരിയുടെ പിറവി ലക്ഷ്യം ഒരു ജ്വാലയാവുകയാണ് എന്ന് റൂമി എഴുതുന്നു. വചനവിശുദ്ധിയാർന്ന അനേക ലക്ഷം നെയ്ത്തിരിനാളങ്ങൾ ഉജ്ജ്വലപ്രഭ ചൊരിയുന്ന ഇടമാണ് കേരള കത്തോലിക്ക സഭയുടെ ബൈബിൾ കമ്മീഷനും കേരള കത്തോലിക്ക ബൈബിൾ സൊസൈറ്റിയും കഴിഞ്ഞ 23 വർഷങ്ങളായി നടത്തിവരുന്ന ലോഗോസ് ക്വിസ്. കേരളത്തിനകത്തും പുറത്തുമായി ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും അനേക ലക്ഷം പേരാണ് ഈ വർഷവും ലോഗോസ് എന്ന വചനപ്രഭാപൂരത്തിൽ മാറ്റുരച്ചത്. 4,70,70,781 പേർ A, B, C, D, E, F എന്നീ 6 വിഭാഗങ്ങളിലായി രൂപത, സംസ്ഥാന, അഖിലേന്ത്യാ തലങ്ങളിൽ പരീക്ഷ എഴുതി. അങ്ങനെ ഈ 6 വിഭാഗങ്ങളിൽ നിന്ന് ഒന്നാമതെത്തിയ 6 പേരാണ് ലോഗോസ് പ്രതിഭാ മത്സരത്തിനായി തിരഞ്ഞെടുക്കപ്പെടുകയും ഇന്ന് നമുക്കൊപ്പം ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. അവരെ നമുക്ക് ക്വിസ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. 60 വയസ്സിന് മുകളിലുള്ളവർ പ്രായത്തെ വെല്ലുന്ന ബുദ്ധികൂർമ്മതയുള്ളവരും ഉത്സാഹികളുമാണെന്ന് തെളിയിച്ചു. ഒരിക്കൽ കൂടി 10,400 പേർ പങ്കെടുത്ത ഇത്തവണത്തെ പരീക്ഷയിൽ എഫ് വിഭാഗത്തിൽ നിന്നും ഇരിങ്ങാലക്കുടയുടെ ശ്രീമതി മേരി തോമസ് 1ാം സ്ഥാനം വാങ്ങി ലോഗോസ് പ്രതിഭാ മത്സരത്തിനായി ഇന്ന് വേദിയിലേക്ക് എത്തുന്നു. എൻ്റെ പേര് മേരി തോമസ്. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ തച്ചടിപ്പറമ്പ് പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 21 വർഷമായിട്ട് ലോഗോസ് ക്വിസ് എഴുതുന്നുണ്ട്. ഈ പ്രാവശ്യം മാത്രമാണ് ഞാൻ ഈ 6 പേരിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പരീക്ഷ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പേർ 30 വയസ്സ് വരെയുള്ളവരുടെ സി വിഭാഗത്തിൽ ഇത്തവണ പരീക്ഷ എഴുതി. ഇരിങ്ങാലക്കുട രൂപതയുടെ അമല ഷിൻഡോ ആണ് 1ാം സ്ഥാനം നേടി ലോഗോസ് പ്രതിഭാ പട്ടത്തിനായുള്ള ഇന്നത്തെ മത്സരത്തിനായി എത്തുന്നത്. അമല ഷിൻഡോ, ഞാൻ അമല ഷിൻഡു. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ പൂവത്തിശ്ശേരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഈ വർഷത്തെ ലോഗോസ് ക്വിസ് മെഗാ ഫൈനലിൽ സി കാറ്റഗറിയിൽ ഞാൻ മത്സരിക്കുന്നുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സപ്പോർട്ട് ചെയ്യണം. വയസ്സ് വരെയുള്ളവരുടെ വിഭാഗമായ ഈ ഗ്രൂപ്പിൽ നിന്നും ശ്രീമതി ആനി ജോർജ് തൃശൂർ അതിരൂപതയ്ക്കായി 34,000 മത്സരാർത്ഥികളെയാണ് പിന്തള്ളി ഒന്നാമതായത്. ആനി ജോർജ് വേദിയിലേക്ക് എത്തുന്നു. എൻ്റെ പേര് ആനി ജോർജ്. ഞാൻ തൃശ്ശൂർ രൂപത പർപ്പൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഈ ലോഗോസ് മെഗാ ഫൈനലിൽ ഈ ഗ്രൂപ്പിൽ ഫസ്റ്റായി ഇവിടെ മത്സരിക്കാൻ യോഗ്യത നേടിയിരിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. $2,04,700 പേരാണ് 15 വയസ്സ് വരെയുള്ളവരുടെ ബി വിഭാഗത്തിൽ മത്സരിച്ചത്. അവരിൽ നിന്നും 1ാം സ്ഥാനം നേടി എത്തിച്ചേർന്നിരിക്കുന്നത് താമരശ്ശേരി രൂപതയുടെ ലിയ ട്രീസ സുനിൽ.
പേര് എലിയ ട്രീസ സുനിൽ. ഞാൻ താമരശ്ശേരി രൂപതയിലെ കുയിരോട്ടുപാറ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഇന്ന് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 6 പേരിൽ ഒരാളാണ് ഞാൻ. ആദ്യമായിട്ടാണ് ഞാൻ ഗ്രാൻഡ് ഫിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. പേർ മത്സരിച്ച 11 വയസ്സ് വരെയുള്ളവരുടെ എ വിഭാഗത്തിൽ നിന്നും വിജയിയായ കോതമംഗലം രൂപതയുടെ ജിസ്മോൻ സണ്ണിയും ഇന്ന് ലോഗോസ് പ്രതിഭാ പട്ടത്തിനായി മത്സരിക്കുന്നു. ജിസ്മോൻ സണ്ണി. എൻ്റെ പേര് ജിസ്മോൻ സണ്ണി. ഞാൻ കോതമംഗലം രൂപതയിലെ ബസ്സേറ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ വർഷത്തെ മെഗാ ഫൈനൽ മത്സരത്തിലെ 6 പേരിൽ എ കാറ്റഗറിയിൽ മത്സരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമേ. 71,700 പേർ മത്സരിച്ച 50 വയസ്സ് വരെയുള്ളവരുടെ ഡി വിഭാഗത്തിൽ നിന്നും മൂവാറ്റുപുഴ രൂപതയുടെ ഷിബു തോമസ് ഇതാ 1ാം സ്ഥാനം നേടി പ്രതിഭാവട്ടം നേടാനുള്ള വചനമാമാങ്കത്തിനായി സ്റ്റേജിലേക്ക് എത്തുന്നു. ഷിബു തോമസ്. എൻ്റെ പേര് ഷിബു തോമസ്. ഞാൻ മൂവാറ്റുപുഴ രൂപതയിലെ കൊണ്ടാഴി എന്ന് പറയുന്ന ഒരു കൊച്ചടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡി ഗ്രൂപ്പിൽ നിന്നാണ് ഈ ലോഗോസ് ക്വിസിൻ്റെ ഫൈനലിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ലോഗോസ് ക്വിസിൻ്റെ പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ടെൻഷനുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്റർ പരിചയപ്പെട്ടാലോ? ഓർഡർ ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന സന്യാസ സഭയുടെ ഡെലിഗേറ്റ് സുപ്പീരിയർ ആണ് നമുക്ക് ഇവിടെ ക്വിസ് മാസ്റ്ററായി ഇന്ന് എത്തിച്ചേരുന്നത്. KRLCBC തിയോളജി ആൻഡ് ഡോക്ട്രിൻ കമ്മീഷൻ സെക്രട്ടറി കൂടെയാണ് അദ്ദേഹം. എഴുത്ത് വായനയുമൊക്കെയായി ഒഴിവു സമയങ്ങൾ ചെലവിടുന്ന നമ്മുടെ ക്വിസ് മാസ്റ്റർ സോഷ്യൽ മീഡിയയെ സുവിശേഷ പ്രഘോഷണത്തിന് അനേകായിരം പേരിലേക്ക് എത്താനുള്ള ഒരു മാധ്യമമായി ഫലപ്രദമായി വിനിയോഗിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. നമുക്ക് ആദരവോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മുടെ ക്വിസ് മാസ്റ്റർ റെവറൻഡ് ഡോക്ടർ മാർട്ടിൻ എൻ ആന്റണി. ലോഗോസ് 2023 വചനത്തെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് അതിൻ്റെ ലാവണ്യം മുഴുവനും ഊറ്റിക്കുടിച്ച പ്രതിഭകളുടെ സംഗമം. ഏകദേശം 5 ലക്ഷത്തോളം പേരിൽ നിന്നാണ് ഇവിടെ ഇതാ 6 പേർ എത്തിയിരിക്കുന്നത്. മനോഹരമാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായത്തിൽ യാബോക്ക് നദിക്കരയിൽ വെച്ച് തനിക്ക് പേരറിയില്ലാത്ത ഒരു ദൈവിക സാന്നിധ്യവുമായി മല്ലിടുന്ന യാക്കോബിന്റെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. ആ മല്ലിടലിന് ശേഷം യാക്കോബ് ചോദിക്കുന്നു, എന്താണ് നിന്റെ പേര്? ആ മല്ലിട്ട ആ അജ്ഞാതമായ കഥാപാത്രം പേര് പറയുന്നില്ല. മറിച്ച് യാക്കോബിനൊരു പേര് ലഭിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യാക്കോബിന് ലഭിച്ച പേരെന്താണ്? ഇസ്രായേൽ.
കാരൻ ആംസ്ട്രോങ് എന്ന ബൈബിൾ പണ്ഡിത വചന വായനയെ ഈ ഒരു സംഭവവുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. നമ്മൾ വായിക്കും തോറും നമ്മുടെ ഉള്ളിൽ ഒരു ആന്തരികമായൊരു സംഘർഷം ഉണ്ടാകുമെന്ന്. വായിക്കും തോറും നമ്മൾ വിചാരിക്കും നമ്മൾ എന്തൊക്കെയോ അറിയുകയാണെന്ന്. പക്ഷേ അറിയുന്നത് നമ്മൾ നമ്മളെ തന്നെ ആയിരിക്കുമെന്നത്. അതുകൊണ്ട് തന്നെയാണ് അലൻസോ ഷെക്കൽ എന്ന ബൈബിൾ പണ്ഡിതനൊരു കാര്യം പറയുന്നത്, വാട്ട് ഈസ് റിട്ടൺ ഈസ് മോർ ദാൻ വാട്ട് യു റെഡ് എന്ന. നീ വായിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ എഴുതപ്പെട്ടിട്ടുണ്ട്. 1070 വാക്യങ്ങളാണ് ഈ ലോഗോസ് ക്വിസിൽ പഠന വിധേയമായിട്ടുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്, ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നും കുറച്ച് ഭാഗം, പ്രഭാഷകനിൽ നിന്നും, അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും, അതുപോലെ തന്നെ പിന്നെ 2 കൊറിന്തോസ്. എത്ര വാക്യങ്ങളാണെന്ന് ചോദിച്ചാൽ 1070 എന്നേ ഉള്ളൂ. അതെല്ലാം മാറ്റിക്കുറുക്കി പഠിച്ചു എന്ന് പറയുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. വാട്ട് ഈസ് റിട്ടൺ ഈസ് മോർ ദാൻ വാട്ട് യു റെഡ്. അതുകൊണ്ട് തന്നെയാ വായിക്കും തോറും ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞല്ലോ, നമ്മളൊരു നാളെയോ മറ്റന്നാളോ എടുത്ത് പിന്നെയും ഇത് വായിക്കുമ്പോൾ നമ്മൾക്ക് തോന്നുകയാ, എന്തൊക്കെയോ പുതുമയുണ്ടല്ലോ, എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടല്ലോ, ഏതൊക്കെയോ ദൈവിക സാന്നിധ്യത്തെ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇതിലൂടെ എൻ്റെ ജീവിതത്തിനൊരു പരിവർത്തനം വേണമെന്നല്ലോ. ഇതൊക്കെയെല്ലാം വീണ്ടും വീണ്ടും അവിടെ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, നമ്മുടെ കൂടെ 6 പേർ കേരള സഭയുടെ പ്രതിനിധികളാണ്, ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ്. വ്യത്യസ്തമായ പ്രായത്തിലും വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിലും നിന്നും വന്നവർ. ഇവർ ഈ യാക്കോബിനെ പോലെ തന്നെ ഒരു സംഘർഷം കഴിഞ്ഞു വന്നവരാ. ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമായി അവർ നിങ്ങളോട് പറയും, ഞങ്ങൾക്കിതിൽ നിന്നും ദൈവത്തിനെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ദൈവശാസ്ത്രപരമായി എന്തെങ്കിലുമൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുകയോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു. പക്ഷെ അവർക്ക് അവരെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചു. അവർക്ക് വചനത്തിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിലെയും ചില സംഘർഷങ്ങളെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും സാധിച്ചെന്നൊക്കെ ഇവർ പറയും. അതുകൊണ്ട് ഇവർ വചനം വെറുതെ കാണാപ്പാടം പഠിച്ചു വന്നവരല്ല. വചനത്തെ ധ്യാനിച്ച് മനനം ചെയ്ത് ആവഹിച്ച് സ്വാംശീകരിച്ച് അതിൻ്റെ ലാവണ്യം മുഴുവനും അറിഞ്ഞവരാ. ലോഗോസ് പ്രതിഭ 2023 ഇതാ മത്സര മാമാങ്കം ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് ഏകം. പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസ്, നമ്മുടെ ക്വിസ് മാസ്റ്റർ ഈ റൗണ്ടിന് പേരിട്ടിരിക്കുന്നത് ഏകം എന്നാണ്. ഒരു ചോദ്യത്തിന് നിങ്ങൾ നേരിട്ട് ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അത് പറഞ്ഞില്ല എങ്കിൽ, ആദ്യത്തെ ചാൻസിൽ പറയാൻ പറ്റിയില്ല എങ്കിൽ അടുത്ത ആളിലേക്ക് പാസ് ചെയ്യുന്നതാണ് ചോദ്യം. അങ്ങനെ പാസ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾക്ക് 5 മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക കേട്ടോ. അപ്പോൾ ഈ റൗണ്ടിന് ഒരു സവിശേഷതയുണ്ട്. നമുക്ക് അത് ക്വിസ് മാസ്റ്ററോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ റൗണ്ടിൻ്റെ സവിശേഷത എന്ന്. ഈ റൗണ്ടിൻ്റെ സവിശേഷതകളും പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാം. അത് നമ്മുടെ ജൂറിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, ഇതിൻ്റെ വിധി നിർണയത്തിൽ വ്യക്തമായി ഇടപെടുന്നത് അവർ തന്നെയായിരിക്കും. അപ്പോൾ അവരാരൊക്കെയാണ് എന്ന് നമ്മളൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ജോഷി മയാറ്റിലച്ചൻ, നമ്മുടെ എല്ലാവർക്കും പരിചിതമായ, ഇത്രയും വർഷക്കാലയളവോളം ഈ ലോഗോസ് ക്വിസ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. പിന്നീട് രണ്ടാമതായിട്ടിരിക്കുന്നത് നമ്മുടെ ജോൺസൺ പുതുശ്ശേരി അച്ഛൻ ഈ ബൈബിൾ കമ്മീഷൻ്റെ സെക്രട്ടറിയായും ഈ ലോഗോസൊക്കെ എല്ലാം ഓർഗനൈസ് ചെയ്ത് ഇത്രയും 3-4 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ്. പിന്നീട് ഡേവിഡ് നെറ്റിക്കാടൻ അച്ഛൻ, ഇതിൻ്റെ സാങ്കേതികപരമായിട്ടും ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഈ ഡേവിഡ് അച്ഛനാണ്. പിന്നീട് ടോണിയുണ്ട്,
ടോണിയും ഇതിൻ്റെ പ്രതിഭയായിരുന്ന വ്യക്തിയാണ്. ഈ കാര്യങ്ങളിലെല്ലാം പച്ചവെള്ളം പോലെ വിശുദ്ധ ഗ്രന്ഥത്തെ അറിയാവുന്ന ഒരു വ്യക്തി. പിന്നീട് കഴിഞ്ഞ വർഷത്തെ പ്രതിഭയായിരുന്ന നിമ, സിസ്റ്റർ ബെറ്റി, മേഴ്സി ചേച്ചി, ഇത്രയും ആൾക്കാരാണ് നമ്മുടെ കൂടെ ജൂറിയിൽ അംഗങ്ങളായിരിക്കുന്നത്. നമ്മുടെ ആദ്യ റൗണ്ട് ഏകം എന്നാണ് ആ റൗണ്ടിൻ്റെ പേര്. ഹപ്പാസ് ലഗമനൻ എന്ന ഒരു ബൈബിൾ സങ്കല്പമുണ്ട്. ഫാദർ, ഈ ഹപ്പാക്സ് ലഗമനൻ ഏത് ഭാഷയാണത്? അത് ഗ്രീക്ക് ഭാഷയാണ്. പ്രത്യേകിച്ച് സാഹിത്യപരമായ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പ്രത്യേകിച്ച് ബൈബിൾ പഠനങ്ങളിലും ഇത് കാണുന്നു. ഏതെങ്കിലും ഒരു ടെസ്റ്റിൽ ഒരു പ്രാവശ്യമേ ഒരു പദം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹപ്പാക്സ് എന്നാണ് പറയുന്നത്. ഹപ്പാക്സ് ലഗമനൻ എന്ന് പറയും. നമ്മളുടെ ഈ പഠന ഭാഗങ്ങളിൽ ജോഷുവ, പ്രഭാഷകൻ, പിന്നെ ലൂക്ക, 2 കൊരിന്തോസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പഠന ഭാഗങ്ങളിൽ ഒരു പ്രാവശ്യമേ അത് വന്നിട്ടുള്ളൂ. ആ ഉത്തരം അത് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ ചോദ്യം വരും, അത് പറഞ്ഞാൽ മതി ഏതാണെന്നുള്ളത്. മനസ്സിലായോ? ആ ചോദ്യം അതാണ്. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം, അത്രയേ ഉള്ളൂ. ഒരു ചോദ്യം, ഒരു ഉത്തരം. ഇനി നമ്മൾ തുടങ്ങുന്നത് ഏത് വശത്തിൽ നിന്നായിരിക്കുമെന്നത് നമ്മുടെ ജിഷാജി പറയുന്നതായിരിക്കും. ആദ്യത്തെ റൗണ്ട് ഏകം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അതായത് 1 നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മേരി ആൻറ്റി ആയിരിക്കും ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്. നിയമങ്ങളും ചട്ടങ്ങളും. ഹീബ്രു ഭാഷയിൽ ഹോക്ക് വു മിഷ്പാത്ത് എന്ന വാചകം പഴയ നിയമത്തിൽ ആകെ 3 പ്രാവശ്യമേ ഉള്ളൂ. അതിലൊന്ന് നമ്മുടെ പഠന ഭാഗത്താണ്. എവിടെയാണത്? ജോഷുവ, ഇരുപത്തിരണ്ട്, 22:6. ജോഷുവ 22:6. ഉത്തരം നല്ലൊരു ഉത്തരം തന്നെയാണ്. നമുക്കത് അടുത്ത ആൾക്ക് കൊടുത്തു നോക്കാം. ആ ചോദ്യം നിയമങ്ങളും ചട്ടങ്ങളും ഹോക്ക് വു മിഷ്പാത്ത് എന്ന വാചകം പഴയ നിയമത്തിൽ ആകെ 3 പ്രാവശ്യമുള്ളൂ. അതിലൊന്ന് നമ്മുടെ പഠന ഭാഗത്താണ്. എവിടെയാണത്? ജോഷുവ 24-ാം അധ്യായം 25-ാം വാക്യം. ജോഷുവ 24-ാം അധ്യായം 25-ാം വാക്യം ശരിയാണ്. ജോഷുവ 24-ാം അധ്യായം 25-ാം വചനം. എല്ലാവരും കൈയടിക്കുന്നത് നല്ലതായിരുന്നു. ആദ്യം ചോദിച്ചത് മേരി ആൻറ്റിയോടായിരുന്നു, പക്ഷെ ഉത്തരം പറയാനാവാതിരുന്നത് കൊണ്ട് പാസ് ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ പകുതി മാർക്കായിരിക്കും അമലയ്ക്ക് ലഭിക്കുക. 5 പോയിന്റ് ഈ റൗണ്ടിൽ അമല കരസ്ഥമാക്കിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം അമലയോട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അമല, ഇതാണ് ചോദ്യം. നമ്മുടെ പഠന ഭാഗങ്ങളിൽ ഒരേ ഒരു പുസ്തകത്തിൽ മാത്രമാണ് സാത്താൻ എന്ന പദമുള്ളത്. ആ വചനഭാഗം ഏതാണ്? കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. 11-ാം വാക്യം. അവിടെ ഉള്ളത് ഏത് പദമാണ്? സാത്താൻ. ഉത്തരം കറക്റ്റാണ്. ഉത്തരം വളരെ സുന്ദരമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ലൂക്കായുടെ സുവിശേഷത്തിൽ പിശാച് എന്ന പദം നമ്മൾ കാണുന്നു 4-ാം അധ്യായത്തിൽ. പിന്നെ അശുദ്ധാത്മാക്കൾ എന്നും കാണുന്നുണ്ട്. അവിടെയുള്ളത് ദിയാബോളോസുമുണ്ട്, ഡയമോണിയോണും ഉണ്ട് എന്നതാണ്. സാത്താൻ എന്ന പദം പിന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മുടെ പഠന ഭാഗത്തില്ല. 10-ാം അധ്യായത്തിലുണ്ട്. സാത്താൻ വീഴുന്നത് ഞാൻ കാണുന്നു എന്ന് പറയുന്നുണ്ട്. സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഡ്വേഴ്സറി എന്നാണ്, എതിരാളി എന്നതാണ്. അത് നമ്മുടെ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ
തൻ്റെ ആധികാരികമായ ലേഖനങ്ങളെന്ന് അറിയപ്പെടുന്ന ആ ലേഖനങ്ങളിൽ മിക്കയിടത്തും സാത്താൻ എന്ന പദം കൊണ്ടുവരുന്നുണ്ട്. ഡ്യൂട്രോ പൗളിൻ ലെറ്റേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിക്കതും ഡിയാബോളോസ് ആണ്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ സാത്താൻ്റെ തന്നെ സാത്താൻ ഒരു അഡ്വേഴ്സറിയാണ്, ഒരു എൻറ്റിറ്റി എന്ന നിലയിൽ നിൽക്കുമ്പോൾ, എതിരാളി എന്ന നിലയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ തന്നെ ഒരു ഗ്രീക്ക് പരിഭാഷയാണ് ദിയാബോളോസ്. പക്ഷേ അർത്ഥം വ്യത്യാസം വരുന്നുണ്ട്. ദിയാബോളോസ് എന്ന് പറയുന്നത്, പിശാച് എന്ന് പറയുന്നത് വിഭജകനാണ്, നുണയനാണ്, ചിതറിക്കുന്നവനാണ് എന്നൊക്കെയാണ്. രണ്ടും ഒരു എൻറ്റിറ്റിയാണത്, ഒരു സ്വത്വം എന്ന നിലയിലാണ്. പക്ഷേ ഡയമോണിയോൺ എന്ന പദം, അശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു ആരുടെയെങ്കിലും ഉള്ളിൽ പ്രവേശിക്കുന്നാലേ നിൽക്കാൻ സാധിക്കുള്ളൂ. ഒരു പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു ഇത്തിക്കണ്ണി പോലെയുള്ള ഒരു യാഥാർത്ഥ്യത്തെയാണ് അശുദ്ധാത്മാവ്, ഡയമോണിയൻ എന്ന രീതിയിലൊക്കെ പറയുന്നത്. ഐഡിയ കിട്ടിയല്ലോ, നന്നായി. നമ്മൾക്ക് അമലയ്ക്ക് ഒരു കൈവണ്ടി കൊടുക്കാം. അങ്ങനെ ഈ റൗണ്ടിൽ അമല 10 പോയിന്റ് കൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം ആനി ജോർജിലേക്ക്. തോറാത്ത് അത് വായിക്കേണ്ട, അത് പ്രശ്നമില്ല. കർത്താവിൻ്റെ നിയമം ജോഷയുടെ പുസ്തകത്തിൽ എവിടെയാണ് കാണുന്നത്? കർത്താവിൻ്റെ നിയമം എന്ന് എഴുതിയിരിക്കുന്നു. അത് തോറാത്ത് എല്ലോഹിം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരിടത്തും നമുക്കത് കാണാൻ സാധിക്കും. നോമോസ് തു തെവു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ നിയമം എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. പാസ് ചെയ്തോട്ടെ. സമയം അതിക്രമിക്കുന്നുണ്ട് കേട്ടോ, പാസ് ചെയ്യാം. അപ്പോൾ മോളെ ലിയ ട്രീസ സുനിൽ, ഇതേ ചോദ്യം തന്നെയാണ്. കർത്താവിൻ്റെ നിയമം എന്ന ആ വാചകം ജോഷുവയുടെ പുസ്തകത്തിൽ എവിടെയാണ് കാണുന്നത്? വേറെ ഒരിടത്തുമില്ല എന്നതാണ്. പാസ് ചെയ്തോ കുട്ടാ. ജിസ്മോൻ. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 25-ാം വാക്യം. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 25-ാം വാക്യം തെറ്റാണ്. പാസ് ചെയ്യട്ടെ. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 26-ാം വാക്യം. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 26-ാം വാക്യം, അതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ലിയ ട്രീസ സുനിലിനോടാണ്. ചോദ്യം ഇതാണ്. 2 കൊറിന്ത്യസ് 1 മുതൽ 6 വരെയുള്ള അധ്യായത്തിൽ 16 പ്രാവശ്യം കർത്താവ് എന്ന വാക്ക് ആവർത്തിക്കുന്നു. എവിടെയാണ് സർവശക്തനായ കർത്താവ് എന്ന വാചകം ഉള്ളത്? കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 18-ാം വാക്യം. കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അധ്യായം 6-ാം അധ്യായം വചനം 18-ാം വാക്യം. ഈ ഉത്തരം ശരിയാണ്. കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വചനം. 10 മാർക്ക് ഒറ്റടിക്ക് തന്നെ ലഭിച്ചു കഴിഞ്ഞു ലിയയ്ക്ക്. ഇനി ജിസ്മോൻ സണ്ണിയോടാണ് ചോദ്യം. ജിസ്മോൻ സണ്ണി, നമ്മുടെ പഠന ഭാഗങ്ങളിൽ നാണയം പ്രതിപാദ്യമാകുന്ന വചനഭാഗം ഏതാണ്? ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 32-ാം വാക്യം. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 32-ാമത്തെ വാക്യം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 41-ൽ ഡെനാരിയൂസിനെ കുറിച്ച് പറയുന്നില്ലേ? അത് നാണയമാണ്, പക്ഷെ നാണയം എന്നുള്ള പദം അവിടെ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ജിസ്മോൻ പറഞ്ഞതാണ് ശരി. ജോഷുവ 24:32 100 വെള്ളി നാണയങ്ങൾ. ഓക്കെ, ജിസ്മോന് 10 മാർക്ക്. ജിസ്മോന് 10 മാർക്ക്. അടുത്തത് ഷിബു തോമസ്. ലൂക്ക 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ പല അഭിസംബോധനകളുണ്ട്. ഉദാഹരണം, ദൈവകൃപ നിറഞ്ഞവളെ, അണലി സന്തതികളെ, ദരിദ്രരെ, സമ്പന്നരെ. എവിടെയാണ് കപടനാട്യക്കാര
എന്ന സംബോധനയുള്ളത്? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 42-ാം വാക്യം. ലൂക്ക 6-ാം അധ്യായം 42-ാം വാക്യം. നോക്കുക, 2 മാത്രമാണ് സുവിശേഷങ്ങളിൽ കപടനാട്യക്കാര എന്ന് കാണുന്നത്. ഒന്ന് മത്തായിയുടെ സുവിശേഷത്തിലാണ്, പിന്നെ ലൂക്കായുടെ സുവിശേഷത്തിലും ഇതുപോലെ ഉണ്ട്. ഈ പരസ്പരം ഈ തെറ്റുകൾ തിരുത്തുക എന്ന പശ്ചാത്തലത്തിലാണ് വരുന്നത്. കണ്ണിലെ ആ തടി, കരട് എന്ന ആ ഭാഗങ്ങളൊക്കെ വരുമ്പോഴാണിത് വരുന്നത്. അല്ലാത്ത സമയത്തെല്ലാം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ കാണുന്നത് കപടനാട്യക്കാരെ ബഹുവചനമാണ്. ഇവിടെ മാത്രമാണ് ഏകവചനം നമ്മൾ കാണുന്നത്. അത് 6-ാം അധ്യായം 42-ാമത്തെ വചനം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷിബു തോമസിനും 10 മാർക്ക് കിട്ടി. ഈ റൗണ്ട് കൊണ്ട് അവസാനിക്കുന്നു. അങ്ങനെ പ്രിയരെ, ഹപ്പാക്സ് ലഗമനൻ എന്ന സവിശേഷതയോടെ വന്ന 1-ാമത്തെ റൗണ്ട് ഏകം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ നേടിയിരിക്കുന്ന മാർക്ക് നമുക്ക് നോക്കാം. 1-ാമത് മേരി തോമസ് സ്കോർ ചെയ്തിട്ടില്ല. 2-ാമതുള്ള അമല ഷിൻഡോ 15 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. 3-ാമതിരിക്കുന്ന ആനി ജോർജ് സ്കോർ ചെയ്യേണ്ടതുണ്ട് ഇനിയും. ലിയ ട്രീസ സുനിൽ 4-ാമതാണ് ഇരിക്കുന്നത്, 10 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. ജിസ്മോൻ സണ്ണി 5-ാമതിരിക്കുന്നു, 10 മാർക്കാണ് ജിസ്മോൻ ലഭിച്ചിരിക്കുന്നത്. ഷിബു തോമസ് 6-ാമതിരിക്കുന്നു, 15 മാർക്ക് ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഏകം റൗണ്ട് ഇവിടെ സമാപിക്കുന്നു. ലോഗോസ് പ്രതിഭ 2023 ഇന്നത്തെ മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. മികച്ച റൗണ്ടുകളുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ലൂക്ക 4-ാമത്തെ അധ്യായത്തിലാണ് കേട്ടോ 7 പ്രാവശ്യം സിനഗോഗ് എന്ന നിർമ്മിതിയെ, കൺസ്ട്രക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അവിടെയുള്ള മറ്റു 2 നിർമ്മിതികൾ ഏതൊക്കെയാണ്? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യവും 8-ാം അധ്യായം 29-ാം വാക്യവും. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കും. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും